സ്റ്റോക്ക് മാർക്കറ്റിൽ തുടക്കക്കാരനായിട്ടുള്ള ഒരു സാധാരണക്കാരന് ഏറ്റവും എളുപ്പത്തിൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാനുള്ള ഒരു മാർഗ്ഗമാണ് SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അതായത് SIPയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ചെയ്യാനായിട്ട് കൂടുതൽ പഠിക്കുകയൊന്നും വേണ്ട, അതുപോലെ തന്നെ ഒരാൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ വലിയ ക്യാപിറ്റലിന്റെയും ആവശ്യമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് SIP എന്നും അപ്പൊ ഇത് എങ്ങനെ ചെയ്യണമെന്നും SIP കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് എത്ര റിട്ടേൺ വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നോക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ദിസ് ഈസ് മാർക്കറ്റ് ഫീഡ്, ഞാൻ അവലക്ഷയ്. നമുക്ക് തുടങ്ങാം. അപ്പൊ എന്താണ് SIP? അതായത് എല്ലാ മാസവും നിങ്ങൾ ഒരു അസറ്റിലേക്ക് നിശ്ചിത ദിവസം നിശ്ചിത തുക ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ മാസവും ഒരു ഗോൾഡ് കോയിൻ വെച്ച് വാങ്ങുന്നു എന്ന് കരുതുക. അങ്ങനെ നിങ്ങൾ ഒരു 10 വർഷത്തേക്ക് ഗോൾഡ് കോയിൻ വാങ്ങുകയാണെങ്കിൽ അതിനെയാണ് നമുക്ക് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇത്തരത്തിൽ SIP ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസവും സ്വർണത്തിന്റെ വില കൃത്യമായിരിക്കില്ല അല്ലേ? ചില മാസങ്ങളിൽ കൂടുതലായിരിക്കാം, ചില മാസങ്ങളിൽ കുറവായിരിക്കാം. അപ്പൊ സ്വർണത്തിന്റെ വില ഇങ്ങനെ വോളറ്റൈൽ ആയിട്ട് നീങ്ങുന്നത് കൊണ്ട് തന്നെ ഓരോ മാസവും നിങ്ങൾ ഗോൾഡ് കോയിൻ വാങ്ങിക്കാൻ നേരം അതിന്റെ ആ ഒരു വില ചില മാസങ്ങളിൽ കൂടുതലായിരിക്കും, ചില മാസങ്ങളിൽ കുറവായിരിക്കും. എന്നാലും നമുക്കറിയാം സ്വർണത്തിന്റെ വില ലോങ് ടൈമിൽ ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കൂടാൻ തന്നെ പോകത്തുള്ളൂ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ 10 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു സ്വർണം വിൽക്കാൻ പോകുന്ന സമയത്ത്, മൊത്തത്തിൽ ആ ഒരു കോയിൻസ് എല്ലാം കൂടെ വിൽക്കാൻ പോകുന്ന സമയത്ത് ഇത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു ബൈ പ്രൈസ്, ഈ ഇത്രയും സ്വർണം വാങ്ങിയ ആ ഒരു ആവറേജ് ബൈ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പൊ സ്വർണം നിൽക്കുന്ന ആ ഒരു വിലയെക്കാളും എന്തായാലും താഴെയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ലാഭം കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഗോൾഡിന്റെ കേസിലേക്ക് വന്ന സമയത്ത് ഇവിടെ വോളറ്റൈലിറ്റി ഉണ്ടായത് കൊണ്ടാണ് ഇത്തരത്തിൽ ലോങ് ടൈമിൽ നമ്മുടെ ബൈ പ്രൈസ് ആവറേജ് ആയി പോയത്. എന്നാൽ ഈ ഒരു ഗോൾഡിനേക്കാളും വോളറ്റൈലിറ്റി ഉള്ള സ്റ്റോക്കിലോ മ്യൂച്വൽ ഫണ്ടിലോ അപ്പം SIP ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് സാധാരണക്കാരന് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ സാധാരണക്കാരന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് SIP ചെയ്യുന്നത് കുറച്ച് പാടായിരിക്കും. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒട്ടും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിയാത്ത ആളുകൾക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മൾ സ്റ്റോക്കിനെ എടുക്കുന്നില്ല, മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യുന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ അത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്തൊക്കെയാണ് SIPയുടെ മെറിറ്റ്സ് എന്നും ഡീമെറിറ്റ്സ് എന്നും നോക്കാം. അപ്പൊ നമ്മൾ ആദ്യത്തെ മെറിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫോർ ബിഗിനേഴ്സ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് പുതിയതായി വന്നൊരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങണമെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് ഇത്തരത്തിൽ SIP എന്ന് പറയുന്നത്. കാരണം ഈ ഒരു SIP ചെയ്യുന്നതിന് പുതിയതായിട്ട് വന്നൊരു വ്യക്തിക്ക് കൂടുതൽ നേരം പഠിക്കുക അല്ലെങ്കിൽ കൂടുതൽ ടൈം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ രണ്ടാമത്തെ മെറിറ്റ് ആണ് ഇറ്റ് ക്യാൻ ബിൽഡ് എ റെഗുലർ ഹാബിറ്റ്. അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ് കൊണ്ടുവരാൻ ഇത്തരത്തിൽ SIP നിങ്ങളെ സഹായിക്കുന്നതാണ്. അതായത് എല്ലാ മാസവും ഒരു 5-ാം തീയതി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഇത്ര രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു ഹാബിറ്റായി മാറുന്നതാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ പോയിട്ട് എല്ലാ മാസവും മാനുവലി പോയിട്ട് ആ ഒരു പൈസ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ബാങ്കിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു പൈസ പോകുന്നതാണ്. മൂന്നാമത്തെ മെറിറ്റ് ആണ് അഫോർഡബിലിറ്റി. അതായത് പുതിയതായിട്ട് വന്നൊരു വ്യക്തിക്ക് ഇത്തരത്തിൽ വലിയ ക്യാപിറ്റൽ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ മിനിമം ഒരു 100 രൂപയിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു SIP സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതായത് എല്ലാ മാസവും 100 രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും ലോങ് ടൈമിലേക്ക് ഇത്തരം SIP ചെയ്യാവുന്നതാണ്. നാലാമത്തെ മെറിറ്റ് ആണ് ലിക്വിഡിറ്റി. അതായത് നിങ്ങൾ ഇങ്ങനെ എല്ലാ മാസവും ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പോയിന്റിൽ എത്തിയപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ പൈസ എല്ലാം കൂടെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന്, കാരണം അവിടെ ഒരുപാട് ആളുകൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ആളുകൾ അവിടെ നല്ല ലിക്വിഡിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു യൂണിറ്റ്സ് എല്ലാം കൂടെ വിറ്റിട്ട് ആ ഒരു SIP എല്ലാം കൂടെ വിറ്റിട്ട് നിങ്ങളുടെ ആ ഒരു മുഴുവൻ ഫണ്ടും വിഡ്രോ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ പറയുന്നത് SIPയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജിനെ പറ്റിയാണ്. അതാണ് കോമ്പൗണ്ടിങ്. അതായത് നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഇത്തരത്തിൽ എല്ലാ മാസവും ഒരു ചെറിയ തുക വെച്ച് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ആ ഒരു എമൗണ്ട് നല്ല രീതിയിൽ ഗ്രോ ചെയ്യും. നിങ്ങൾക്ക് അവിടെ കോമ്പൗണ്ടിങ്ങിന്റെ ആ ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. അടുത്തൊരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഇൻവെസ്റ്റ് മോർ വെൻ മാർക്കറ്റ് ഗോസ് ഡൗൺ, ഇൻവെസ്റ്റ് ലെസ് വെൻ മാർക്കറ്റ് ഗോസ് അപ്പ്. അതായത് നിങ്ങൾ SIP എല്ലാ മാസവും കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വീഴുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കൂടുതൽ ക്വാണ്ടിറ്റി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയങ്ങളിൽ നിങ്ങൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് എല്ലാ മാസവും ഒരു 1000 രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. അപ്പൊ അവിടെ ഒരു യൂണിറ്റിന് 100 രൂപയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം നിങ്ങൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു യൂണിറ്റിന്റെ വില 100 രൂപയിൽ നിന്ന് 50 രൂപയിലേക്ക് താഴെ വീണു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ മാസം നിങ്ങൾ 10 യൂണിറ്റ് വാങ്ങിയ സമയത്ത് ഈ അടുത്ത മാസം നിങ്ങൾക്ക് അവിടെ 20 യൂണിറ്റ് വാങ്ങാൻ സാധിക്കുന്നതാണ്. അതായത് കഴിഞ്ഞ മാസം നിങ്ങൾ 10 യൂണിറ്റ് വാങ്ങിയ സമയത്ത് ഇപ്പുറത്ത് നിങ്ങൾ 20 യൂണിറ്റ് വാങ്ങി. മാർക്കറ്റ് താഴേക്ക് വീണ സമയത്ത് നിങ്ങൾക്ക് അവിടെ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങാൻ സാധിച്ചു. ഇനി ഇത് തന്നെ ഓപ്പോസിറ്റ് സംഭവിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ എല്ലാ മാസവും 1000 രൂപ വീതം ഇട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ ഒരു മാസം നിങ്ങളുടെ ആ ഒരു യൂണിറ്റിന്റെ വില 100 രൂപയാണെങ്കിൽ അടുത്ത മാസം അതൊരു 200 രൂപയാകുകയാണെങ്കിൽ, അതായത് മാർക്കറ്റ് അപ്പം മുകളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കഴിഞ്ഞ മാസം വാങ്ങിയ 10 ക്വാണ്ടിറ്റിയേക്കാൾ
കുറച്ച് ക്വാണ്ടിറ്റി, അതായത് 5 ക്വാണ്ടിറ്റി മാത്രമേ നിങ്ങൾക്ക് അവിടെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ആഡ് ചെയ്തുകൊണ്ട് കുറച്ച് സേഫായി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി മാർക്കറ്റ് താഴേക്ക് പോകുന്ന സമയത്ത് ഇത്തരത്തിൽ കൂടുതൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്തുകൊണ്ട് പിന്നീട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് അത് ആവറേജ് ആയി നിങ്ങൾക്ക് നേട്ടം കൊയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് SIPയുടെ ഡീമെറിറ്റ്സിലേക്ക് നോക്കാം. അതായത് നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് അല്ലെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ SIP ആണ് ചെയ്യുന്നതെങ്കിൽ പോലും മാർക്കറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ഈ ഒരു ഇതിൽ വോളറ്റൈലിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ഒരു റിസ്ക് ഉള്ളതായിട്ട് കാണാമില്ലേ, അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. എന്നാൽ കമ്പാരിറ്റീവ്ലി നിങ്ങളൊരു വലിയൊരു ലംസം എമൗണ്ട് ഒരുമിച്ച് കൊണ്ടിടുന്നതിനേക്കാൾ വളരെ വളരെ ബെറ്റർ ആണ് ഇത്തരത്തിൽ SIP ചെയ്യുന്നത്. എങ്കിൽ പോലും ഈ ഒരു മാർക്കറ്റ് റിസ്ക് അവിടെ ഉണ്ട്, അതൊരു ഡീമെറിറ്റ് ആണ്. അപ്പൊ രണ്ടാമത്തെ ഒരു ഡീമെറിറ്റ് ആണ് ലോ റിട്ടേൺസ് ഇൻ ഷോർട്ട് ടൈം. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോങ് ടൈമിലേക്ക് ഇത് നല്ല രീതിയിലുള്ള നേട്ടം തരുമെങ്കിലും ഷോർട്ട് ടൈമിലേക്ക് ഒരാൾ SIP ചെയ്യുകയാണ്, അതായത് ഒരു 6 മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ ഒക്കെ ഇത്തരത്തിൽ SIP ചെയ്യുകയാണെങ്കിൽ അവിടെ റിട്ടേൺ കുറവ് കിട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അധികം നഷ്ടത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈമിലേക്കല്ല, തീർച്ചയായിട്ടും നിങ്ങൾ ലോങ് ടൈമിലേക്കായിരിക്കണം ഇത്തരത്തിൽ SIP പരിഗണിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് SIP ചെയ്യുന്നത് കൊണ്ടുള്ള മെറിറ്റ്സും ഡീമെറിറ്റ്സും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യണമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് SIP കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര രൂപ കിട്ടുമെന്നുള്ള കാര്യം ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ SIP കാൽക്കുലേറ്റർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം. അപ്പൊ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതായത് ഒരു മാസം നിങ്ങൾ എത്ര രൂപയാണ് SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു എമൗണ്ട് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ വന്നിട്ട് ഇവിടെ ഒരു 1000 രൂപ, 500 മിനിമം ഉണ്ട്, അപ്പൊ നമുക്ക് ഒരു 1000 രൂപ കൊടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ എക്സ്പെക്ടഡ് റിട്ടേൺ റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. അതായത് നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ആവറേജ് റിട്ടേൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വർഷം ഒരു 12 തൊട്ട് ഒരു 16% വരെയൊക്കെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കൊണ്ട് ഒരു 14 എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ അടുത്തത് കാണുന്നത് ടൈം പീരീഡ് ആണ്. അതായത് എത്ര വർഷത്തേക്കാണ് നിങ്ങൾ ഇത്തരത്തിലൊരു SIP കണ്ടിന്യൂ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ അത് ഞാനൊരു 20 വർഷത്തേക്ക് കൊടുക്കണം. അതായത് ഒരു കുട്ടിയൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു കല്യാണത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു ജനിക്കുന്ന സമയത്ത് തന്നെ മാതാപിതാക്കൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു SIP ആണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ അതൊരു 20 വർഷത്തേക്ക് നമുക്ക് കൊടുക്കാം. അപ്പൊ ഈ ഒരു SIP കാൽക്കുലേറ്ററിലേക്ക് വന്ന സമയത്ത് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസവും ഒരു 1000 രൂപ വീതം, അതായത് ഒരു 14% റിട്ടേൺ തരുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് നിങ്ങൾ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് 20 വർഷത്തേക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അത് 2,40,000 രൂപയായിരിക്കും. അപ്പം എന്നാൽ ഈ ഒരു 20 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള റിട്ടേൺ എന്ന് പറഞ്ഞാൽ അത് 13,16,346 രൂപയായിരിക്കും. അതായത് നിങ്ങൾക്ക് 10,76,346 രൂപ 20 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് പുറത്ത് റിട്ടേൺ ആയിട്ട് കിട്ടും. അപ്പൊ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ടൈം പീരീഡ് നമ്മൾ 20 നിന്ന് ഒരു 5 വർഷത്തേക്ക് ഒന്ന് കുറച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 60,000 രൂപ ഇൻവെസ്റ്റഡ് എമൗണ്ടിൽ നിന്ന് ടോട്ടൽ വാല്യൂ വന്നിരിക്കുന്നത് 87,201 രൂപയാണ്. അതായത് റിട്ടേൺ എന്ന് പറയുന്നത് 27,201 രൂപ മാത്രമാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ലോങ് ടൈമിലേക്ക് ഇത്തരത്തിൽ SIP ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ റിട്ടേൺ ഹൈ ആയിരിക്കും, എന്നാൽ ഇത്തരത്തിൽ ഷോർട്ട് ടൈമിലേക്കാണ് SIP ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ റിട്ടേൺ ലോ ആയിരിക്കുമെന്ന്. അപ്പൊ നിങ്ങൾ ഏത് മ്യൂച്വൽ ഫണ്ടിലാണോ SIP ചെയ്യാൻ പോകുന്നത് ആ ഒരു ഫണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് താഴേക്ക് പോവുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് SIP കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര വർഷം കൊണ്ട് എത്ര റിട്ടേൺ കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ SIP കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് എത്ര ശതമാനം റിട്ടേൺ കിട്ടുമെന്ന് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ട് ഇത്തരത്തിൽ SIP ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് സെറോദയുടെ കോയിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഇതിലേക്ക് വന്നിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ടിലേക്കാണ്. അപ്പൊ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇത്തരത്തിൽ കാണാൻ പറ്റുന്നതാണ്. അതായത് കഴിഞ്ഞ ഒരു 3 വർഷം കൊണ്ട് 25% CAGR ഗ്രോത്ത് ആണ് ഈ ഒരു ഫണ്ട് നൽകിയതെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു 12-13%ക്കാളും വളരെ ഫാർ റിട്ടേൺ ആണ് ഇത് കൊടുത്തിട്ടുള്ളതെന്ന് കാണാം. എന്നിരുന്നാലും ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല, ഒരിക്കലും ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആയിട്ട് കരുതുകയും ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കുകയാണ്. അപ്പൊ നമ്മൾ നോക്കാൻ നേരം ഇത്തരത്തിൽ പരാഗ് പരീഖിന്റെ ഈ ഒരു ഫ്ലെക്സി ക്യാപ്പിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ബൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ബൈ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലംസം എമൗണ്ട് ഇത്തരത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ നമ്മളിവിടെ പറയാൻ പോകുന്നത് SIP പറ്റിയാണ്. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതിൽ SIPയിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ തുടക്കം തന്നെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് കാണാം. അതായത് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് നിങ്ങൾക്ക് തുടക്കം എത്ര രൂപ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ 1000 രൂപ വന്നതുകൊണ്ട് ഞാൻ 1000 തന്നെ കൊടുക്കുകയാണ്. താഴേക്ക് വരികയാണെങ്കിൽ ഇത്തരത്തിൽ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് എന്ന് കാണും. അതായത് എല്ലാ മാസവും നിങ്ങൾ എത്ര രൂപ വീതമാണ് SIP ചെയ്യാൻ
ആഗ്രഹിക്കുന്നത് അത് ഇവിടെ കൊടുക്കാവുന്നതാണ്. അതും 1000 തന്നെ കൊടുക്കുകയാണ്. അടുത്ത് നമ്മൾ കാണുന്നത് ഫ്രീക്വൻസിയാണ്. അതായത് എത്ര നാൾ കൂടുമ്പോഴാണ് ഈ ഒരു പൈസ ഡിഡക്റ്റ് ചെയ്യേണ്ടതാണ്. അതായത് വീക്കിലി ഉണ്ട്, മന്ത്ലി ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ എല്ലാവർക്കും ശമ്പളം കിട്ടുന്നത് മന്ത്ലി ആയതുകൊണ്ട് തന്നെ ഒരു മാസം മന്ത്ലി നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇവിടെ മന്ത്ലി കൊടുത്തു കഴിഞ്ഞാൽ മന്ത്ലി ഏത് ദിവസം നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് ഡിഡക്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സാലറി ഒക്കെ വരുന്നത് ഒരു 2-ാം തീയതി, 3-ാം തീയതി, 4-ാം തീയതി ഒക്കെ ആണെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 5 ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇനി ഇവിടെ കുറച്ച് അഡ്വാൻസ് ആയിട്ട് ഓട്ടോമാറ്റിക് സെറ്റപ്പ് എന്നൊരു സാധനം കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാ മാസവും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് ഇല്ലേ, അത് എത്ര ശതമാനം വീതം ഇൻക്രീസ് ചെയ്യണമെന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതായത് എല്ലാ മാസവും നിങ്ങളൊരു 1000 റുപ്പീസ് വെച്ചാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു 10% ഒക്കെ ഒരു ഇൻക്രിമെന്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 10% കൂടി കൂടിയിട്ടായിരിക്കും അടുത്ത മാസം നിങ്ങൾക്ക് 1100 രൂപയായിരിക്കും കൊടുക്കേണ്ട എമൗണ്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ ഞാൻ എന്തായാലും അത് ഇവിടെ കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ മാൻഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എല്ലാ മാസവും ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ബാങ്ക് ത്രൂ അത് പൈസ പോകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ എന്തായാലും അത് കണക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ക്രിയേറ്റ് SIP കൊടുക്കാം. അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് യു ആർ ക്രിയേറ്റിംഗ് എ മന്ത്ലി SIP ഫോർ 1000 റുപ്പീസ് ഇൻ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്. അപ്പോൾ നമ്മളിത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ക്രിയേറ്റ് കൊടുത്ത സമയത്ത് നമ്മുടെ ആ ഒരു ഓർഡർ ഇവിടെ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിവിടെ പേ നൗ കൊടുക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു UPI അല്ലെങ്കിൽ ഒരു നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ UPI കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ആ ഒരു സെറോദയിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ആ ഒരു UPI അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇവിടെ നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു SIP അവിടെ സ്റ്റാർട്ട് ആവുന്നതാണ്. പിന്നെ നിങ്ങൾ ആ ഒരു മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും ആ ഒരു നിശ്ചിത ദിവസം നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് ആ ഒരു പൈസ പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് SIP എന്നും എങ്ങനെ മ്യൂച്വൽ ഫണ്ട് SIPയിൽ പ്രാക്ടിക്കലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ആ ഒരു SIP ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രൊസീജിയറിലോ പ്രോസസ്സിലോ അല്ല കാര്യം. അത് ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പകരം നിങ്ങൾ ഏത് അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിലാണ് പ്രാധാന്യം. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, ഏതാണ് നല്ല മ്യൂച്വൽ ഫണ്ട് എന്നല്ലേ? അപ്പൊ ഏതാണ് നല്ല മ്യൂച്വൽ ഫണ്ട് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അത് കണ്ടിട്ട് ഏതാണ് നല്ല മ്യൂച്വൽ ഫണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ആ ഒരു നല്ല മ്യൂച്വൽ ഫണ്ടിൽ പോയിട്ട് ഇത്തരത്തിൽ SIP ചെയ്യുക. അപ്പോൾ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ, ലോങ് ടേമിലേക്ക് നല്ലൊരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നല്ല റിട്ടേൺ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയാണ് ഇത്തരത്തിൽ SIP എന്ന് പറയുന്നത്. എന്നാൽ ഷോർട്ട് ടേമിലേക്ക് ഇത് ചെയ്യുന്നത് അത്ര ബെനിഫിറ്റ് ആയിരിക്കില്ല. അപ്പൊ ലോങ് ടേമിലേക്ക് എന്ന് പറയുമ്പോൾ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ മാതാപിതാക്കള് ഇത്തരത്തില് അതിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടൊക്കെ പണം ശേഖരിച്ച് വെക്കാറുണ്ട്. അല്ലെങ്കിൽ അവർ എല്ലാ മാസവും ഇത്തരത്തിൽ കുറേശ്ശെ ഗോൾഡ് ഒക്കെ വാങ്ങി വെക്കാറുണ്ട്, അല്ലെങ്കിൽ ചിട്ടിയിലൊക്കെ പൈസ ഇടാറുണ്ട് അല്ലേ? അതിന് പകരം ഏറ്റവും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇത്തരത്തിൽ SIP എന്ന് പറയുന്നത്. അപ്പൊ ആരെങ്കിലും ഇത്തരത്തിൽ ലോങ് ടൈമിലേക്ക് SIP ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിനെ കണ്ട് അദ്ദേഹത്തിന്റെ സഹായം തേടാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും